നമ്മൾ ഈ കുബൂസിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫില്ലിംഗ് ആണ്. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് കുറച്ച് തക്കാളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മസാല, ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആ മസാലയുടെ ജസ്റ്റ് ഒന്ന് ആ കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിക്കേണ്ട. അപ്പോൾ ഒന്ന് ആ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത് കുറച്ച് ടൊമാറ്റോ സോസാണ്. അത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞ് മുട്ടയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ. അതെല്ലാം കൂടെ ഇങ്ങനെ മിക്സായി ഇതേ ഒരു രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ പാൻ ചൂടാക്കുക. എന്നിട്ട് നമ്മൾ കുബൂസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് ആക്കി കൊടുക്കുക. ഫില്ലിങ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ പാനിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം കേട്ടോ. കുബൂസ് തണുത്തിരിക്കാവുമല്ലോ, അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് ചൂടാക്കാം. കുബൂസും കൂടെ ഒന്ന് ചൂടായാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുബൂസ് ഇല്ലെങ്കിൽ ചപ്പാത്തീൻ്റെ ഉള്ളിലും ബ്രെഡിൻ്റെ ഉള്ളിലായാലും വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ജോലിക്ക് ഓടിപ്പോണ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.